നിന്റെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു. തരാൻ ഞങ്ങളുടെ ഇതൊന്നുമില്ല. We don't have anything. Lord, how we can surrender everything, Lord. In the life എല്ലാം you had provided everything in my life. ഞാൻ ഈ രാജ്യത്ത് വന്നത് I just entered this country only because of your grace, Lord. I didn't have anything. Lord, I'm broken, Lord. Lord, and the hope എല്ലാം പോയതുപോലെ I lost my hope. എൻ്റെ ലൈഫിന് ഒരു അർത്ഥമില്ലെന്ന് തോന്നുന്നു. എന്നെ ഒന്ന് സ്നേഹിക്കുമോ ദൈവം? എൻ്റെ കുഞ്ഞിന് അസുഖമായി, എൻ്റെ ലൈഫ് പാർട്ട്ണർക്ക് രോഗമായി, എൻ്റെ വിശ്വാസം എൻ്റെ കുടുംബത്തിൽ ലൂസായല്ലോ, ജോലിയിൽ എനിക്ക് പ്രശ്നമായി. മോനെ ദൈവം നിന്നെ അറിയുന്നെന്ന് വിശ്വസിച്ചു. ഒരു ക്യാൻസർ നിന്നെ ബാധിച്ചില്ല, ഒരു രോഗത്തിന്റെ അണു നിന്നിൽ ഉടലെടുത്തില്ല. ശരീരത്തെ ചില ലംബുകൾ God wants to touch. ഇനി എന്നുള്ള ചോദ്യം മോളെ ദൈവം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുക. ഈ അടച്ചിട്ട മുറികളിൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. God is providing the blessing in your life. Are you depressed? Are you rejected? Do you feel that you are nowhere? Just surrender, my dear. Just submit. നിങ്ങളുടെ മൈൻഡിലെ ഡിപ്രഷൻസ്, ബ്രോക്കൺനെസ്, മോനെ ഓർത്തുള്ള വിഷമം, മോളെ ഓർത്തുള്ള വിഷമം, ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ വിട്ടുതരുന്ന പിതാവേ. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. God is going to touch you. ദൈവം തൊടാൻ പോകുകയാണ്. കണ്ണീരോടങ്ങ് പ്രാർത്ഥിച്ച് എനിക്ക് തന്നെ ഒന്ന് touch me, Lord. നിൻ കരുണ എത്രയോ അതുല്യമേ, നിൻ ദയയോ എത്രയോ ദീർഘമേ, നിൻ സ്നേഹം എത്രയോ ആനന്ദമേ. ഞാൻ നിൻ കൃപയാൽ എന്നെന്നും ജീവിക്കുന്നു. നിൻ കരുണ എത്രയോ അതുല്യമേ, ദയയോ എത്രയോ ദീർഘമേ, സ്നേഹം എത്രയോ ആനന്ദമേ. ഞാൻ നിൻ കൃപയാൽ എന്നെന്നും ജീവിക്കുന്നു. Lord, touch me, Lord. ദൈവമേ എന്നെ ഒന്ന് തൊടണേ. Lord, touch me, Lord. I need your forgiveness. I need you, Lord. എന്നെ ഒന്ന് തൊടു ദൈവമേ. എൻ്റെ ഉള്ളിൽ കാരണങ്ങളില്ല, എന്റെ നെഞ്ചാകെ വിണ്ടു വീഴും, ഞാനാകെ മുറിഞ്ഞു. Touch me. ൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാൽ ഞാൻ നിന്നെ കൈവിടില്ല. ഒന്ന് വിശ്വസിച്ച്. ൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാൽ ഞാൻ നിന്നെ കൈവിടില്ല. ദൈവമേ നീ എന്നോട് മരണത്തിൻ നിഴലിൽ ആയിരുന്നാലും എന്നെ വിടുവിക്കും. മരണത്തിൻ നിഴലിൽ ഞാനായിരുന്നാലും എന്നെ വിടുവിക്കും. നിൻ കരുണ എത്രയോ അതുല്യമേ, നിൻ ദയയോ എത്രയോ ദീർഘമേ, നിൻ സ്നേഹം എത്രയോ ആനന്ദമേ. നിൻ കൃപയാൽ എന്നെന്നും ജീവിക്കുന്നു.
ദൈവമേ, I don't have any answer, Lord. I can't live without you, Lord. ഒന്നെന്നെ തൊടുവോ? എന്റെ വീട്ടിലാകെ വിഷമം, എനിക്ക് ഉറക്കമില്ല ദൈവം, എന്റെ ശരീരം മുഴുവൻ രോഗങ്ങൾ, എനിക്ക് എന്നെ കൺട്രോളില്ല. എന്നെ ഒന്ന് തൊടുക. എല്ലാരും കൈവെടിഞ്ഞാലും നീ എന്നെ കൈവിടില്ല. എന്നെ ആർക്കും വേണ്ട എനിക്ക് തോന്നുന്നു. എല്ലാരും കൈവെടിഞ്ഞാലും ഞാൻ നിന്നെ കൈവിടില്ല. എന്റെ അടുത്ത് ആരുമില്ല ദൈവമേ. ശത്രുവിൻ കയ്യിൽ ഞാൻ അകപ്പെട്ടാലും എന്നെ വീടുവിക്കും. ദൈവമേ, എന്റെ കുടുംബം തകർന്നു. ശത്രുവിൻ കയ്യിൽ ഞാൻ പ്രതീക്ഷയില്ല. വീടുവിക്കും. നിൻ കരുണ എത്രയോ നിങ്ങളുടെ വേദനകൾ ദൈവത്തിന് വിട്ടുകൊടുക്കും. കണ്ണീരോടെ പ്രാർത്ഥിക്കൂ. ദൈവമേ എന്ന് തൊടാൻ പറ. സ്നേഹം എത്രയോ ആനന്ദം എന്ന് തൊടാൻ പറ. കാര്യമില്ല. ജീവിക്കുന്നു നിൻ കരുണ എത്രയോ ആദ്യമേ. Lord, I need you, Lord. ദൈവമേ, ഉള്ളിലേക്ക് നീ ഒന്ന് ഇറങ്ങണം. ചില വേദനകളെ ദൈവം കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായി ക്യാൻസറിന്റെ ടെസ്റ്റുമായി കടന്നു പോകുന്നു, മൊഴിയുമായി കടന്നു പോകുന്ന വ്യക്തി എന്ന് ദൈവം തൊടാൻ പോകുകയാണ്. ഒരു വലിയ സൗഖ്യം ദൈവം എന്ന് ഒഴുക്കാൻ പോകുകയാണ്. യുകെയിൽ ദൈവം ജീവിച്ചിരിക്കുന്നെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം തൊടാൻ പോകുകയാണ്. സത്യദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് വിളിച്ചു പറഞ്ഞ പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസൻ, ദാസി എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ നൊമ്പരങ്ങളെ വിട്ടുകൊടു. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഉദരങ്ങളെ ദൈവത്തിന് കൊടുക്കും. തകർന്നടിഞ്ഞ ശരീരത്തിലെ രോഗങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുത്തു. മോനെയോർത്തുള്ള വിഷമം, മോളെയോർത്ത് ആർക്കും വേണ്ടാത്ത ജീവിതത്തെ ദൈവത്തിന് കൊടുത്ത് മോളെ ദൈവം നിന്നെ സ്നേഹിക്കുന്നെന്ന് വിശ്വസിക്കുക. മോളെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. മോളെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നീ പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയാകാം, നീ അധികം പള്ളിയിൽ പോകുന്നില്ലായിരിക്കാം, പക്ഷെ നിന്റെ കണ്ണുനീര് ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്ന് വിശ്വസിക്കുക. നിന്റെ നെഞ്ചിന്റെ ഭാരം മാറ്റുവാൻ ദൈവത്തിന് പറ്റും. നിന്നെ മാറോട് ചേർക്കുവാൻ ദൈവത്തിന് പറ്റും. നിന്റെ കുടുംബത്തെ കൈപിടിക്കുവാൻ ദൈവത്തിന് പറ്റും. ദൂരെയുള്ള നിന്റെ മോൾക്ക് സൗഖ്യമേകുവാൻ ദൈവത്തിന് പറ്റും. വിശ്വസിക്കുക. ഒന്ന് വിശ്വസിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. The power of God is coming upon you. ദൈവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. God is touching everyone. Wonderful name. Wonderful name. Just asking Lord എന്നെ ഒന്ന് തൊട്. Lord touch me. എന്റെ കുഞ്ഞിനെ ഒന്ന് തൊട്. എന്റെ മോളെ ഒന്ന് തൊട് ദൈവമേ. എനിക്ക് മറ്റൊന്നും വേണ്ട. എന്റെ കുടുംബത്തെ കൈപിടിയരുതേ. ഒന്ന് കൈപിടിക്കുക. തുറക്കാത്ത ഉദരങ്ങളുടെ മേൽ തുറവിയുണ്ടാകട്ടെ പിതാവേ. ക്യാൻസറിന്റെ മുഴകള് ഡിസപ്പിയർ ആകുവാൻ ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. ദൈവമേ, ഇലക്ട്രിസിറ്റി പോലെ ദൈവത്തിന്റെ കൃപ പച്ചിയട്ടെ. മൂവ്. ജോലിയിൽ തടസ്സം, വീടില്ലാഴിക. എനിക്ക് നിന്നെ മതി. നീ മാത്രം മതി ദൈവമേ. ടച്ച് മീ, ടച്ച് മീ. എന്റെ വലിയ ശക്തിയോട് ചേർന്നൊരു വചനത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഹല്ലേലൂയ. സത്യം എന്ത്, ദ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു വചനം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എടുക്കുകയാണ്. മറ്റൊന്നുമല്ല, സബ്ജക്റ്റ് ഒന്നുമില്ല, ഒരു സബ്ജക്റ്റേ ഉള്ളൂ, ജീസസ്.
ആ ഒരു വേർഡിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്രീച്ച് ചെയ്യാൻ നിൽക്കുന്നത്. ഇത് അറിയുന്നതോടുകൂടിയാണ് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്ന വളരെ വലിയൊരു സത്യമുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയാതെ അതിന് ജീവൻ തരാനാവില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. എന്താണ്? ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതിന് ജീവൻ തരാനാവില്ല. നമ്മൾ ഗോതമ്പ് മണി കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ അതൊരു ഗോൾഡൻ പോട്ടിൽ എടുത്തിട്ട് നമുക്ക് അകത്ത് വെക്കാം. അത് മടക്കി വളരെ വൃത്തിയായി അകത്ത് വെച്ചാൽ ഒരിക്കൽ പോലും ഈ ഗോതമ്പ് മണി നമുക്കൊരിക്കലും എന്താ പറയുന്നത് അനുഗ്രഹം ലൈഫ് തരുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റുന്നില്ല. അതേസമയം ആ ഗോതമ്പ് നിലത്ത് വീഴുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നന്മ അല്ലെങ്കിൽ അതിനൊരു ലൈഫ് തരുവാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. വർഷങ്ങളായി ബൈബിൾ നമ്മുടെ നെഞ്ചിലുണ്ട്. വർഷങ്ങളായി നമ്മൾ ക്രിസ്തു വിശ്വസിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ മാതാപിതാക്കന്മാർ ദൈവത്തോട് ചേർന്നിരിപ്പുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസമാകുന്ന ഗോതമ്പ് മണി നമ്മുടെ ലൈഫിൽ ഒരു അനുഗ്രഹമില്ലാതെ പോകുന്നത് എന്നതിനെ ആസ്പദമാക്കിയാണ് ഇന്ന് നമ്മുടെ വചനം കടന്നു പോകുന്നത്. അതിന്റെ ഒരു ആഴം അറിയാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് നമ്മൾ കടന്നു പോകുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. തുടങ്ങുന്ന വചനം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുക. ആ വചനം ഇങ്ങനെയാണ് പറയുക: സത്യം നീ അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യുമെന്നുള്ളത്. സെവിച്ചൻ ബ്രദർ പറഞ്ഞ ക്ലാസ് ചിലപ്പോൾ ഒരു വഴക്ക് പോലെ നമുക്ക് തോന്നാം. എങ്ങനെ വഴക്ക് പറയാതെ ദൈവം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാകാം ദൈവം ഇതിനെ നേടിയെടുക്കുക? ദൈവത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ആ പറഞ്ഞ വചനങ്ങളെല്ലാം, ആ സത്യമായ വചനങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകണമെങ്കിൽ ഞാൻ അവ അറിയണം. ചാപ്റ്റർ 8:32 ആണ് പറയുന്നത്: സത്യം നീ അറിയുകയും അത് നിന്നെ എന്താക്കി മാറ്റും? നമുക്ക് കാണുവാൻ പറ്റും. സ്വാതന്ത്ര്യമാകുന്ന അനുഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ, എന്റെ ജീവിതത്തിൽ ഒരു രോഗശാന്തി, ഇവിടെ വന്നിരിക്കുന്ന ഒരാൾ പോലും എനിക്ക് വിചാരമില്ല 99% ഒരു പ്രത്യേകമായി ദൈവത്തെ അറിഞ്ഞ് പുതിയൊരു കാര്യങ്ങളിലൂടെ കണ്ടെത്തി ദൈവികമായ ഒരു അനുഗ്രഹത്തിന് വേണ്ടി വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ either you have some problems, ഏതെങ്കിലും ഒരു ടെൻഷൻ നിങ്ങളെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതോ ഒരു ബ്രദറെ അല്ലെങ്കിൽ ഏതോ ഒരു സിസ്റ്ററെ നിങ്ങൾക്ക് ഒരു പരിചയം ഉണ്ടാകാം. നിങ്ങളുടെ ഒരു വിളിയുടെ കോളിന്റെ ഒരു റിസൾട്ട് ആകാം ഇവിടെ വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഈ ഒരു സമയത്തിന്റെ പരിധിയെ, ഇതിന്റെ ഒരു അനുഗ്രഹത്തെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണ്. പോയിന്റ് നമ്പർ 1, ബൈബിള് പറയുന്നു സത്യം നമ്മൾ അറിയണം. ആ അറിവാണ് എനിക്ക് സ്വാതന്ത്ര്യം തരിക. എന്റെ ജീവിതത്തിൽ ഒരു ക്യാൻസർ ഉണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു ട്യൂമർ ഉണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു ജോലിയുടെ പ്രശ്നമുണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമില്ലാത്ത മേഖലയുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ എന്റെ ഈ മേഖലയിൽ ഒരു സ്വാതന്ത്ര്യമോ അനുഗ്രഹമോ കടന്നു വരണമെങ്കിൽ എന്റെ ബേസിക് കണ്ടീഷൻ, ദൈവം പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ സത്യം അറിയണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞു, ഒരു ഹല്ലേലൂയ പറഞ്ഞു, ഒരു ഹല്ലേലൂയ. സത്യം നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യുമെന്ന്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, എന്താണ് സത്യം? നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു നോക്കാം. നമ്മുടെ ബൈബിളിനെ ആസ്പദമാക്കിയാണ് നമ്മൾ കടന്നു പോകുക. യോഹന്നാൻ 8:36 ബൈബിൾ വചനം വീണ്ടും നമ്മളോട് പറയുകയാണ്. Let us go to that word. 8:36. നിങ്ങൾ ബൈബിൾ ഇല്ലാത്തവർ നിങ്ങൾ ഇതിലേക്ക് വായിച്ചു നോക്കാം. അടുത്തൊരു വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് if the Son sets you free, you will be free indeed. If the Son sets you free, you will be free indeed. 32 വചനം ഇങ്ങനെയാണ് പറയുക: സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തും. പക്ഷെ 36 പറയുകയാണ് സ്വാതന്ത്ര്യം നൽകുന്നത് പുത്രനാണ് എന്ന്. ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഒരേ അധ്യായം 2 വചനങ്ങൾ, ഒരു വാക്കിൽ മാത്രം വ്യത്യാസമുണ്ടായി. ഒരിടത്ത് പറഞ്ഞിരിക്കുന്ന സത്യം താഴെ വരുമ്പോൾ പുത്രനായി മാറി. ഒന്ന് സത്യം സ്വതന്ത്രരാക്കുമെന്ന് പറയുന്നിടത്ത് അതേ സുവിശേഷകൻ തന്നെ താഴേക്ക് വരുമ്പോൾ ഒരു വാക്കൂടെ വ്യത്യാസപ്പെടുത്തി ആ വാക്കിനെ ഇങ്ങനെ ക്ലാരിഫൈ ചെയ്തു. പുത്രനാണ്, സണ്ണാണ് സത്യം എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, എന്താണ് സത്യം? എന്താണ് പുത്രൻ? നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ വേദനകൾ കടന്നു വരുന്ന സമയങ്ങളിൽ നമുക്ക് ആശ്രയിക്കാനുള്ള ഒരു വ്യക്തി മാത്രമാണ് പലപ്പോഴും ദൈവം. ആരാണ് ദൈവം? ദൈവം എന്താണ് സത്യം എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു അനുഗ്രഹവും കടന്നു വരില്ല.
നമുക്ക് ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 11:29. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ജനക്കൂട്ടത്തെ നോക്കി, ധ്യാനത്തിന് വന്നവരെ നോക്കി ദൈവം വിളിച്ചു പറയുകയാണ്, ഇത് അടയാളം അന്വേഷിക്കുന്നു. അടുത്ത വാക്ക് പറയുന്നു, എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നൽകപ്പെടില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ദൈവം വളരെ വ്യക്തമായി ഇവിടെ ക്രിറ്റിസൈസ് ചെയ്യുന്നു. ഒരു വലിയ ജനം അടയാളം അന്വേഷിച്ച് നടക്കുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിലും പലപ്പോഴും ദൈവം സത്യം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ തൊട്ടു മുമ്പിലുള്ള ഒരു വ്യക്തിയുടെ സൗഖ്യമോ, ഒരു രോഗത്തിന്റെ മാറ്റമോ, ഒരു നിരാശയിൽ നിന്നുള്ള വിടുതലോ നമുക്ക് ദൈവത്തെ തേടിയുള്ള യാത്രയ്ക്ക് കാരണമാകുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, പക്ഷെ ബൈബിൾ പറയുന്നു, യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ഇതൊരു ഹിന്ദുവിനോ ഒരു മുസ്ലിമിനോ ലോകത്തിലുള്ള ഒരു പ്രത്യേക വ്യക്തിക്കോ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, യേശു എന്നത് ലോകത്തിലെ സകല വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഒരു മതമോ മത സാഹചര്യമോ അല്ല ദൈവം സൃഷ്ടിച്ചത്. ഞങ്ങൾ എല്ലാവരും ഒരു പ്രത്യേക പ്രൊഫഷനിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ്. നിങ്ങൾ കണ്ടതാണ് കുട്ടികൾ ഇവിടെ നിന്ന് ചാടി തിമിർക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ആവേശം കൊണ്ട് കയ്യടി വേണമെങ്കിൽ കൂടിയെന്ന് തോന്നാം. ചിലപ്പോൾ സൗണ്ടിൽ ഒരു വേരിയേഷൻ ഒക്കെ കാണാം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹം, ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളിലൂടെ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലുള്ള ഒരു അനുഗ്രഹം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഈ ഒരു സത്യം, ഈ ഒരു ഇലക്ട്രിസിറ്റി എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നിടത്താണ് എന്റെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കുക. ആരാണ് ദൈവം? Who are you God? Who are you Jesus? നീ ആരാണ്? ദൈവം ആരാണ്? എന്തിനാണ് യേശു എന്നത് ഒരു സത്യമായി നമ്മൾ സ്വീകരിക്കേണ്ടത്? നോർമലി നമ്മൾ പലപ്പോഴും ധ്യാനങ്ങളിൽ പോകാറുണ്ട്, പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. പോകുന്ന വഴികളിലെല്ലാം നമ്മളോട് ഇങ്ങനെയാണ് ചിലർ പറയുന്നത്. കണക്ക് പഠിക്കുന്നില്ല എങ്കിൽ നമ്മളോട് പറയും, ഒരു ട്യൂഷന് പോകണം, നല്ലപോലെ പഠിച്ചാൽ മതി, ദൈവം തന്നെ അനുഗ്രഹിക്കും. വേണമെങ്കിൽ കുടുംബത്തിൽ ബാധ്യതയാണ്, ആ വ്യക്തിയോട് പറയും, നിങ്ങൾ മദ്യപിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് നിങ്ങൾ മദ്യപാനം നിർത്തണം, മദ്യപാനം നിർത്തിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകും. വേണമെങ്കിൽ ഇങ്ങനെ പറയും, നിങ്ങൾ പുകവലിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് സ്റ്റോപ്പ് ഓൾ ദ സ്മോക്കിംഗ് ടെൻഡൻസി, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ലോകം ഇങ്ങനെയാണ് സുവിശേഷത്തെ, യേശുവിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ചില ഡൂസ് ആൻഡ് ഡോൺസ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്യാതെയും ചില കാര്യങ്ങൾ ചെയ്തും നമ്മൾ അനുഗ്രഹം പ്രാപിക്കാമെന്ന് കരുതിയാൽ തെറ്റാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, എന്റെ ലൈഫിൽ അനുഗ്രഹം, എന്റെ ലൈഫിൽ സത്യം, എന്റെ ലൈഫിൽ സ്വാതന്ത്ര്യം, എന്റെ ലൈഫിൽ ഫ്രീഡം വേണമെങ്കിൽ ഞാൻ തിരിച്ചറിയേണ്ടത് എന്റെ ഒരു ക്രമക്കേടിനെ ക്രമമാക്കുന്നത് കൊണ്ടോ എന്റെ ഡിസോർഡറിനെ ഓർഡർ ആക്കുന്നത് കൊണ്ടോ എന്റെ ലൈഫിൽ അനുഗ്രഹം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും തന്റെ ജീവിതത്തിനെ ഒരു ക്രമത്തിലേക്ക് അടുക്കി ഒതുക്കി ഞാൻ അനുഗ്രഹം പ്രാപിക്കുമെന്നാണ് കരുതുന്നത്. ഹല്ലേലൂയ. അടുക്കലും ഒതുക്കലും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ട് തരില്ല. താൽക്കാലികമായ ഒരു ചെറിയ ചേഞ്ച് മാത്രമേ നമ്മുടെ ലൈഫിൽ കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ടത്, യു വിൽ നോ ദ ട്രൂത്ത്. സത്യം എന്താണ്? വാട്ട് ഈസ് ഗോഡ്? എന്താണ് ദൈവം? ആരാണ് ദൈവം? ഇഷ്ടമുള്ളതിൽ നമുക്ക് വിശ്വസിക്കാം. ആരാണ് ദൈവമെന്ന് ഞാൻ തിരിച്ചറിയുന്നിടത്താണ് എന്റെ ലൈഫിൽ ഈ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാകുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഇതാ ടോട്ടൽ ഇവിടെ ലൈറ്റ് ഉണ്ട്, ഇത് മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാ ലൈറ്റും അല്ലെങ്കിൽ AC-യും ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇലക്ട്രിസിറ്റി ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് കാണാം? പ്രകാശം കാണാം. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ലൈറ്റ് അല്ല ഇവിടെ ഇമ്പോർട്ടന്റ്, ഇതിന്റെ പിന്നിൽ ഒരു പവർ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഈ ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റി ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ എന്നിട്ടും പ്രയോജനമില്ല. ഈ ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ടോ ഈ ഫിലമെന്റ് ഉള്ളത് കൊണ്ടോ എന്റെ ലൈഫിൽ വലിയ പ്രയോജനമൊന്നുമില്ല. എന്റെ ലൈഫിൽ എനിക്ക് വെളിച്ചം കാണണമെങ്കിൽ ഞാൻ അവിടെ എവിടെയോ പോയി ഈ ലൈറ്റിന് പിന്നിലുള്ള സ്വിച്ചിന്റെ മേൽ കൈവച്ച് അമർത്തി സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് എന്റെ ലൈഫിലേക്ക് വെളിച്ചം കടന്നു വരിക. ഹല്ലേലൂയ. ദൈവമുള്ളത് കൊണ്ടും ബൈബിൾ ഉള്ളത് കൊണ്ടും പള്ളിയിൽ ഞാൻ പോകുന്നത് കൊണ്ടും എന്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ടായി എന്ന് കരുതരുത്. എവിടെയോ നിൽക്കുന്ന എന്റെ ഫെയ്ത്ത് ആകുന്ന സ്വിച്ചിൽ ഞാനൊന്ന് കൈ അമർത്തി ഞാൻ യേശു ആരെന്ന് തൊട്ടാൽ ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു.
ആയിരക്കണക്കിന് പേര് ക്രിസ്തുവിന് ചുറ്റും ഒതുങ്ങിക്കൂടി. അവരെല്ലാവരും ഇടിച്ചുകൂടി ഇവന്റെ പുറകെ കൂടി. അവരെല്ലാവരും അവനെ തള്ളിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു സ്ത്രീ മാത്രമാണ് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടത്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ വിളുമ്പിൽ തൊട്ടത് ഒരാൾ മാത്രമാണെന്നല്ല ബൈബിൾ പറയുന്നത്. അവിടെ കൂടിയ സകല വ്യക്തികളും യേശുവിനെ തൊട്ടതാണ്. സകല വ്യക്തികൾ ഇടിച്ചതുകൊണ്ട് തോളുമുട്ടി ശരീരം മുട്ടി കടന്നുപോയി യേശു ക്രിസ്തുവിന്റെ അടുത്തൂടെ. പക്ഷെ ഒരാളുടെ ശരീരത്തിലേക്കും ഇലക്ട്രിസിറ്റി പോലെ ശക്തി പ്രവഹിച്ചില്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നുപോയില്ല. പക്ഷെ ഒരു പെൺകുട്ടിയുടെ ശരീരത്ത് ദൈവം ശക്തി പ്രവഹിച്ചു. അതെപ്പോഴാണ്? വസ്ത്രത്തിന്റെ വിളുമ്പിൽ അവിടെ നിന്ന് തൊട്ടപ്പോഴും. എന്തോ ഇതിന്റെ ഒരു വേരിയേഷൻ ഉണ്ട്. നമുക്കും ഇങ്ങനെ ജീവിക്കാം. ഞാനൊരു 3-4 വർഷമായി ഇവിടെ വരുന്നതാണ്. ഹല്ലേലൂയ. കുറച്ച് മുഖങ്ങളെ പരിചയമുണ്ട്, കുറച്ച് പേരെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴ് അന്നത്തെ ആരോഗ്യം എടുത്താൽ ഇപ്പോൾ വീക്കായി തുടങ്ങി, ശരീരം ക്ഷീണമായി തുടങ്ങി, കാല് വേദനയായി തുടങ്ങി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ടൈം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തണുപ്പുള്ള രാജ്യമായതുകൊണ്ടും പൗണ്ടിന് വില കൂടുതലായതുകൊണ്ടും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കരുതരുത്. എവിടെയോ ദൈവം നമ്മളവിടെ കൊണ്ടുവന്നത് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ലൈഫ്. ഈ രാത്രിയിൽ നിന്റെ ജീവൻ എടുത്താൽ നീ എവിടെയായിരിക്കും? കഷ്ടമാണ് ഈ ലോകം. ഇറാഖില് എത്രയോ പേരുടെ ഒരു കഴുത്ത് വെട്ടിയ അതിൽ നിന്ന് രക്തമെടുത്ത് സ്വന്തം ഭാര്യയുടെ മുന്നിൽ പോയി നിന്റെ ഭർത്താവിനെ കൊന്നു, ഇനി വിശ്വാസം മാറണമെങ്കിൽ, നിന്നെ കൊല്ലാതിരിക്കണമെങ്കിൽ വിശ്വാസം മാറണമെന്നാണ് ആവശ്യപ്പെടുന്നത്. 4 വയസ്സുള്ള കുഞ്ഞിനെ കഴുത്ത് വെട്ടി അപ്പന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, യേശുവിനെ ധിക്കരിക്കുമെങ്കിൽ നിന്റെ കഴുത്ത് വെട്ടാതെ രക്ഷപ്പെടാം. കുഞ്ഞിനെ രക്ഷപ്പെടുത്തു എന്നല്ല പറഞ്ഞു. അവൻ പറഞ്ഞു, കുഞ്ഞില്ലാതെ ഞാൻ ഇതിനാ ജീവിക്കുന്നത്, എന്റെയും കഴുത്ത് വെട്ടിക്കൊള്ളുക. 70% യാസീദി എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ് ഒരു മല കയറി. ആ മലയുടെ പോകുന്ന വഴിയിലെല്ലാം പുറകെ നടന്നിയെന്ന് അവരെ തലവെട്ടി 70% ആളുകളും യാസീദി എന്ന് പറഞ്ഞ ട്രൈബ് ഇന്ന് നിശേഷം ഇല്ലാതെ 30% കൂടെ ഒരു മിച്ചമുള്ളൂ. എവിടെയാണ് പ്രശ്നം? ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, സുഖമുള്ള ഈ ഓഡിറ്റോറിയം കേൾക്കുവാൻ കുറച്ച് പേര് മാത്രം. നമുക്ക് സുഖമാണല്ല. വേണമെങ്കിൽ ചിലതിന്റെ പേരിലൊക്കെ ഞാൻ അറിയാതെ കടന്നു പോകാം. പക്ഷെ ചോദ്യമുണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നവരാണ് ഒരു 90%. നമ്മുടെയൊക്കെ കേരളത്തിൽ നമ്മൾ പഠിച്ച സബ്ജക്റ്റിലെല്ലാം നമുക്ക് എക്സാം ഉണ്ട്. എക്സാം എഴുതുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. എന്താണ്? റിസൾട്ട് വരുമെന്നുള്ളത്. റിസൾട്ട് ഉറപ്പാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, റിസൾട്ടിന്റെ ദിവസമാണ്. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ക്യാൻസർ അല്ല മാറേണ്ടത്, ഒരു മദ്യപാനമല്ല മാറേണ്ടത്, ഒരു പുകവലി, ഇതൊന്നും മാറാതിരുന്നത്. ക്രിസ്തുവിനെ അറിയാതെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് എന്ത് പ്രയോജനം? കുറെ നല്ല മനുഷ്യർ ഈ ലോകത്തുണ്ടെന്ന് വിചാരിക്കുക. എന്താ നല്ല മനുഷ്യര്? കുറെ പേരെ സഹായിക്കുക, കുറെ പൈസ കൊടുക്കുക, പാവപ്പെട്ടവനൊരു കൽവിനിസിൽ മേടിച്ചു കൊടുക്കുക, 10 പേന മേടിച്ചപ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടിയത് അടുത്ത വീട്ടിലെ കൊച്ചിന് കൊടുക്കുക. നമ്മൾ കുറെ നന്മകൾ ചെയ്യും. എന്നിട്ട് നമ്മൾ പറയുന്നു വി ആർ ഗുഡ്. ബൈബിൾ റോമൻസ് 3:10 പറയുകയാണ്, നോ വൺ ഈസ് റൈച്ചസ്, നോട്ട് ഈവൻ വൺ. ഒരാൾ പോലും നല്ലതല്ല. നമ്മുടെ അപ്പനെ നമ്മൾ കൊടുക്കുന്ന കാശ്, നമ്മുടെ അപ്പൻ വളരെ സ്നേഹമുള്ളതാണ്. നമ്മുടെ ബ്രദർ നമ്മളെ പൊന്നുപോലെ നോക്കിയതാണ്. ഒരുമിച്ച് സ്കൂളിൽ ഒരേ ബെഞ്ചിൽ ഇരുന്നതാണ്. കൊടുത്ത പൗണ്ടിന്റെ കളറ് മാറിയത് കൊണ്ടോ കൊടുത്തതിന്റെ വില കുറഞ്ഞത് പോയതുകൊണ്ടോ എത്രയോ പ്രാവശ്യം റിജക്റ്റഡ് ആയി നീ. കൊടുത്തതിന് കണക്കുമില്ല, കൊടുക്കാത്തതിന്റെ കണക്ക് കാത്തു സൂക്ഷിക്കുന്ന ഈ ലോകം. എവിടെയോ നമുക്കൊരു പ്രശ്നമുണ്ട്. ഈ ഇരിക്കുന്ന കസേര നിങ്ങൾ വിളിച്ചോണ്ട് കൊണ്ടുവന്നാണ് അവരെ. ചിലപ്പോൾ ഇത് മേക്ക് ചെയ്തത് തന്നെ നിങ്ങൾ ഇവിടെ വന്ന് ഇരിക്കാൻ വേണ്ടിയാണ്, ഒരു സെക്കൻഡ് എന്ന് കേൾക്കാൻ. നിങ്ങൾ ഒത്തിരി ധ്യാനത്തിന് പോയ വ്യക്തികളാക്കാം. 1000-കണക്കിന് ഗ്രൂപ്പിന്റെ നടുവിലൂടെ പോയതാണ്. ഞങ്ങൾക്ക് കുറെ കഥകൾ പറയാനില്ല. പറയാനുള്ള ഒരാളുടെ പേര് മാത്രമാണ്, നസ്രാന യേശു ക്രിസ്തു. ടൈം ഈസ് റണ്ണിങ്. നിങ്ങളുടെ മൂക്കൊരു 5 മിനിറ്റ് അടച്ചു പിടിച്ച് വായുവിടെ ചേർത്ത് അടച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ്, അതിനപ്പുറം ഈ ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. ഹല്ലേലൂയ. വെന്റിലേറ്ററിലാണ് നിങ്ങൾ. ഹല്ലേലൂയ. ഒരമ്മയ്ക്ക് ഇരട്ടക്കുട്ടികളുണ്ടായി, ഉദരത്തിലാണ് ഉണ്ടായത്. ഒരുത്തനോട് പറയുകയാണ് ഉദരത്തിൽ കിടന്നുകൊണ്ട്, എന്തൊരു സുഖമായി ഇവിടെ, നമുക്കിവിടെ നല്ല സുഖമായിട്ട് ജീവിക്കാം. എന്തോ രസം അമ്മയുടെ ചൂട്. അയ്യോ എന്തൊരു രസം അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാം, പാട്ട് പാടുന്നത് കേൾക്കാം, അമ്മ രാജീനം പറയുന്നത് കേൾക്കാം, ആരോടൊക്കെ എന്തൊക്കെയോ പറയുന്നു, എല്ലാം എനിക്ക് കേൾക്കാം. ഉദരത്തിൽ കിടക്കുന്ന ഒരുത്തൻ ഇങ്ങനെ പറയുകയാണ്, ഇവിടെ നല്ല സുഖമാണ്,
എന്ന് പറഞ്ഞ് അവൻ കെട്ടിപ്പിടിക്കാൻ നോക്കുന്ന അമ്മ അകത്ത് കിടന്ന്. ഈ ടിന്നിൽ ഒരുവനാ പറയണേ. എന്നെ മറ്റവൻ പറയാണ്, എടാ പൊട്ടാ, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അവൻ പറയുന്നത് നടക്കത്തില്ല, ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങാൻ പറ്റുക? അപ്പോൾ മറ്റവൻ പറഞ്ഞു കൊടുക്കുകയാണ്, എടാ നമ്മൾ ഇവിടുന്ന് ഒരു ദിവസം ഇറങ്ങേണ്ടി വരുമായിരിക്കാം. ഇതിന് വെളിയിലൊരു ലോകമുണ്ട്, ആ ലോകത്തിലേക്ക് നമുക്ക് യാത്രയുണ്ട്. 9 മാസം കിടക്കുന്ന കുഞ്ഞു പറഞ്ഞു നടക്കത്തില്ല, നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു അമ്മയുടെ ഉത്തരവാണ്. ഇവിടുന്ന് റിയൽ വേൾഡിലേക്ക് ഇറങ്ങേണ്ടി വരും. ഇറങ്ങുന്ന സമയം താഴെ വീഴരുത്. ദൈവം ആംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. പുക്കിൾ കോഡ് കട്ട് ചെയ്തിട്ട് ദൈവം ഒരിക്കലും ആരെയും വിധിക്കുന്നില്ല. ദൈവം വിധിക്കാൻ വരുമെന്നാണ് നമ്മുടെ ഒരു വിചാരം. ദൈവം ആരെയും ജഡ്ജ് ചെയ്തില്ല. ദൈവം വരും, ദൈവം വിധിക്കത്തില്ല. വിധി ആരാ നിശ്ചയിക്കുന്നത്? വിധി നിശ്ചയിക്കുന്ന ആരാണ്? നിങ്ങളുടെ വിധി നിങ്ങളാണ് നിശ്ചയിക്കുന്നത്. ദൈവം വേർതിരിക്കും, ഇടതോട്ടും വലതോട്ടും വേർതിരിക്കും. പക്ഷേ വിധിയുടെ ഡിസിഷൻ മേക്കർ ഞാനാണ്. ഞാൻ മുന്നോട്ട് പോകുകയാണ്. സേവിച്ചത് പറഞ്ഞിടത്ത് നിർത്തിയിടത്തോട് മുന്നോട്ട് ചില കാര്യങ്ങളോട് ഞാൻ കടന്നു പോയിരുന്നു. കണക്ട് ചെയ്യുകയാണ്. ലോകത്ത് കുടിക്കുന്നതോ തലകുത്തി മറിയുന്നതോ ഒരാളെ കുത്തിക്കൊല്ലുന്നതോ ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ പാപം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു വിചാരം എന്താണെന്നറിയാം? കൊലപാതകം, വ്യഭിചാരം, ഈ ഒരു 10 കൽപ്പനകളെ വെച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുകയും അറിയുകയും ചെയ്യുന്നതാണ് പാപമെന്ന വിചാരം. തെറ്റാണ്. ലോകത്തില് പാപത്തെ പ്ലൂറൽ ഫോമിൽ ബൈബിൾ അവതരിപ്പിക്കുന്നേ ഇല്ല. പാപങ്ങൾ എന്നുള്ളൊരു വേരിയേഷനിൽ ബൈബിൾ പറയുന്നില്ല. പാപം വെരി സിംഗുലർ ഫോമിലാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. പാപം നമ്പർ 1, ഒരു പാപമേ ഉള്ളൂ. ആ ഒരേ ഒരു പാപമാണ് ലോകത്തിലെ മറ്റുള്ളതെല്ലാം ബൈ പ്രോഡക്റ്റ് ആണ്. യഥാർത്ഥത്തിൽ ഒരു പാപമേ ഈ ലോകത്തുള്ളൂ, സിൻ. സിംഗപ്പൂരിന്റെ ഷോർട്ട് ഫോം അല്ല സിൻ. സിൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് തന്നെ അടങ്ങിയിരിക്കുന്ന സൈറ്റിനുമായി ബന്ധപ്പെട്ട റിയൽ റൂട്ടാണ്. ഒരു നല്ല മനുഷ്യനാകുവാൻ ആർക്കും കഴിയത്തില്ല. നീ നല്ല മനുഷ്യനാകും. ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് നല്ലതാണെന്ന് വിചാരിക്കരുത്. 5 പേർക്ക് ആഹാരം ഇട്ടപ്പോൾ 6ാമതൊന്ന് പൊലിച്ചപ്പോൾ നിന്റെ വീട്ടിലിരുന്ന് മിച്ചമാണ് 6ാമത്തെ ഒരുത്തിന് കൊടുക്കുന്നത്. നീ വിചാരിക്കുന്നു ഗോഡ്, മിച്ചം കിട്ടിയതല്ല, എനിക്ക് കിട്ടിയ പഴയതെല്ലാം കൊടുത്തത് കൊണ്ട്, പഴയ ഉടുപ്പ് കൊടുത്തത് കൊണ്ട് ഞാൻ നല്ലതായി എന്ന് ഞാൻ കരുതുന്നു. ചുമ്മാ ജീവിതത്തോടൊന്ന് എടുത്ത് നോക്കുക. നല്ല മെഡിക്കൽ ഫീൽഡിലെ വൺ ഓഫ് ദ ടോപ്പ് ടെക്നോളജിസ്റ്റ് ആയതുകൊണ്ടല്ല ഈ രാജ്യം നിന്നെ മാടി വിളിച്ചത്. ദൈവം നിന്നെ അറിയുന്നത് കൊണ്ടും ദൈവത്തിന് നിന്റെ മേലെ ഒരു പദ്ധതി ഉള്ളതും. നീ ഇവിടെ ഇരിക്കുവാൻ കാരണം ദൈവത്തിന്റെ വലിയ ശക്തി കൊണ്ടാണ്. ഹല്ലേലൂയ. അല്ലെ ഒരു വീഴ്ചയിൽ എന്താ പറയുന്നത്, മരണതുല്യമായ പ്രശ്നങ്ങൾ കടന്നു പോകേണ്ട ആന്റി ഇവിടെ വന്നിരിക്കത്തില്ല. ഒരു ഡെലിവറി തീർന്നു പോകേണ്ട ചേച്ചി ഇവിടെ വന്നിരിക്കത്തില്ല. ഒരു ആക്സിഡന്റിൽ തകർന്നു പോകേണ്ട, മരണത്തിലൂടെ കടന്നു പോകേണ്ട നിങ്ങൾ ഇവിടെ വന്നിരിക്കത്തില്ല. ഞാൻ ചുമ്മാ പറയുന്നതല്ല. യു ക്യാൻ ജസ്റ്റ് ഒബ്സർവ്. കുടുംബമായി പോയ വണ്ടി ആഞ്ഞടിച്ചിട്ട് വണ്ടി ഒരുവിധം നിശേഷം നശിച്ചിട്ടും നിങ്ങൾ എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തി ഇവിടെ ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ നിർബന്ധമാണ് നിങ്ങൾ കരുതരുത്. ഇരിക്കുന്നിടത്തുനിന്ന് ദൈവം പുറകെ നടന്ന് ഒരു പറ്റിയെ പോലെ പുറകെ നടന്ന് വിളിച്ചോണ്ട് വന്നത് ഇവിടെ. ജസ്റ്റ് ലിസൺ, ജീസസ് ക്രൈസ്റ്റ്. പറയാൻ വലിയ സ്വർഗസുന്ദരമായ വാക്കുകളൊന്നുമില്ല. ഒറ്റ വാക്ക് പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ വന്നത്. ദേഷ്യപ്പെടാൻ വേണ്ടി വന്നതുമല്ല. കുറെ പേരെ സൗഖ്യപ്പെടുത്തി ഇവിടെ രാജാവാകാനും വന്നതല്ല. ഹല്ലേലൂയ. ഇഫ് യു ബിലീവ് ഇൻ ദാറ്റ് ട്രൂത്ത്. സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഡൈയും ഈ കളറിനെ നേരെയാക്കത്തൊന്നുമില്ല. ഒരു ഡൈ പ്രായം ബാധിച്ചിട്ടുണ്ടാകും. ഒരു കാര്യം, ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്രയും പേരെ കിട്ടിയിട്ട് ഇവരുടെ അരികിൽ ഞങ്ങൾ യേശു എന്നൊരു നാമം പറഞ്ഞില്ല എങ്കിൽ വാട്ട് ഈസ് ലൈഫ്? ഇവിടെ ഹിന്ദു കൺവേർട്ടഡ് ആയിട്ടോ ആളുകളുണ്ട്, കൺവേർഷനിലൂടെ കടന്നു വന്ന വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയുന്നത്, അയർലൻഡിൽ നിന്ന് ധ്യാനം കൂടാൻ വന്നതാണ്. കുഞ്ഞുങ്ങളില്ലാന്ന് വിധി എഴുതിയെടുത്ത് കുഞ്ഞിനെ കർത്താവ് കൊടുക്കുന്ന പറഞ്ഞ ക്രിസ്റ്റി എന്ന പേരിൽ വന്നിരിക്കുന്ന വ്യക്തികളുണ്ട് ഇവിടെ. പലരും എന്നെയോ ആരെങ്കിലും ബ്രദേഴ്സിനൊക്കെ കാണാൻ വന്നതാണ്. ഫോർ വാട്ട്? ഞങ്ങളെ ഒന്നുകൂടെ കണ്ട കഴിഞ്ഞ പ്രാവശ്യമല്ലോ കുറച്ചുകൂടെ ഷേപ്പൊക്കെ പോയി. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റ മനുഷ്യനെ കാണാൻ നടക്കരുത്. കാണാൻ നടക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമുക്ക്. ഈ വ്യക്തിയെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ദ ട്രൂത്ത്, ഇറ്റേണൽ ട്രൂത്ത് അറിയാൻ വേണ്ടി മാത്രമാണ്. ഈ ജനം
അടയാളം അന്വേഷിക്കുന്നു. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആരോട് അടയാളം കാണിക്കണമെന്ന് ദൈവത്തോട് വന്ന് പറയാണ്, ഒരു അടയാളം തരാമെന്ന്. ആരോടാ പറയണേ? ക്രിസ്തുവിനോട് ചോദിക്കുന്നു, ഒരു അടയാളം തരാമെന്ന്. ക്രിസ്തു അടയാളം കാണിച്ചോ? കൊടുത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, കൊടുക്കാതിരുന്നതിന്റെ കാരണം അടയാളം കാണിക്കുകയല്ല ചെയ്തത്. യഥാർത്ഥത്തിൽ അടയാളം അവിടെ ഉണ്ട്. ആരാണ് അടയാളം? അവൻ തന്നെ അടയാളം. ഇനി എന്തൊരു അടയാളമാണ് കാണിക്കാനുള്ളത്? ഇവന്മാർക്ക് ഇനി യോനായുടെ കാലമല്ലാതെ ഒരു പ്രയോജനമില്ലെന്ന് വളരെ വ്യക്തമായി കർത്താവ് പറയുകയാണ്. യോനായുടെ കാലത്ത് യോന പ്രവചിച്ചു, അവർ ചാക്കൊടുത്തു, ചാരം പൂശി, അവർ ഉപവസിച്ചു, കർത്താവിന് മുന്നിൽ കരഞ്ഞു. കന്നുകാലികൾ വരെ ഉപവസിച്ചു എന്നാണ് ബൈബിള് പറയുന്നത്. ഏതായാലും ആ രാജ്യത്തെ ദൈവം തിരികെ എടുത്തു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഈ UK, ഈ ബെർസിൽട്ടൺ, എസെക്സ് എന്ന് പറയുന്ന കൗണ്ടിയിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിന് ചേർന്ന പദ്ധതികൾ ഒരുക്കിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു നല്ല കാര്യം കേട്ട് ഇവിടുന്ന് കടന്നു പോകാമെന്ന് നിങ്ങൾ കരുതരുത്. ഇത് നല്ല കാര്യമാണ് നിങ്ങൾ കരുതുകയും ചെയ്യരുത്. അതിലുമുപരി ഒരു നല്ല വ്യക്തിയാകാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. മോർ ദാൻ ദാറ്റ്, ഒരു പാപമാകുന്ന ഒരു കാര്യമേ ലോകത്തുള്ളൂ. യേശു ക്രിസ്തുവിനെ അറിയാതെ പോകുന്നത് ഏത് വ്യക്തിയാണോ അറിയാത്ത സംഭവത്തെയാണ് പാപമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു ഉണ്ട്, നിങ്ങൾ പ്രാർത്ഥനയുണ്ട്, നമ്മൾ മുട്ടുകുത്തുന്നുണ്ട്. ഒരു പ്രാർത്ഥന 24 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പലരും വന്ന് ചോദിക്കുന്നതാണ്, ബ്രദർ, ഏതു പ്രാർത്ഥനയാണ് എനിക്ക് തരുവാനുള്ളത്? 8 ദിവസം പ്രാർത്ഥിച്ചാൽ നടക്കുന്ന കാര്യം, 9 ദിവസത്തേക്ക് പോയാൽ കാര്യം. ചിലപ്പോൾ നിങ്ങളുടെ മെയിലിൽ തന്നെ ചില പ്രാർത്ഥനകൾ കടന്നു വരും. 30 ദിവസം ഇത് ചൊല്ലിയ ഒരാൾക്ക് ലോട്ടറി അടിച്ചു, ചൊല്ലാതിരുന്നവന് കാലൊടിഞ്ഞു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, വിശ്വാസത്തിന്റെ സംഹിതകളിൽ എവിടെയോ നമുക്കൊരു തെറ്റുപറ്റി തുടങ്ങിയില്ലേ? ആരാണ് ദൈവം? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ദൈവത്തിന് പറ്റും. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കുക. ഇവിടെ കാലില്ലാത്ത ഒരാളുണ്ടെന്ന് വിശ്വസിക്കുക. ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ യേശു എന്ന് പറഞ്ഞാൽ, ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കാലുണ്ടായിരിക്കും. ക്രിസ്തു എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. കണ്ണുകൾ കൊണ്ട് കാണാനാവാത്തത്, ഹൃദയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനാവാത്തത്, ഈ ബുദ്ധികൾ കൊണ്ട് മനസ്സിലാക്കാനാവാത്ത കാര്യമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ആരാണ് ജീസസ് ക്രൈസ്റ്റ്? ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് 33.5 വർഷം ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ. കൊള്ളാം, നല്ലത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, 33.5 വർഷം ജീവിച്ചവൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. 1000-ലേറെ കണ്ടുപിടുത്തങ്ങളാണ് തോമസ് ആൽവാ എഡിസന് ഈ ലോകത്ത് ചെയ്തത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, അമേരിക്കയിൽ ഒരു ദിവസം തോമസ് ആൽവാ എഡിസൺ മരിച്ച ദിവസം അമേരിക്ക ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഈ ബൾബിന്റെ ഫിലമെന്റ് ഉൾപ്പെടെ ഇത് മുഴുവൻ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. സ്വന്തം വീട് കത്തിയെരിയുമ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കി നിന്ന് തോമസ് ആൽവാ എഡിസൺ എന്ത് ചെയ്തെന്നറിയാമോ? അതിന്റെ തീ എങ്ങനെയാണ് കത്തുന്നതെന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആളുകൾ ഒന്ന് വെള്ളം ഒഴിക്കുമ്പോഴും എഡിസൺ അത് നോക്കിക്കൊണ്ടിരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഫിലമെന്റ് അവിടെ രൂപപ്പെട്ടത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, അമേരിക്ക ഒരു ദിവസം ഒരു കാര്യം ചെയ്തു. എഡിസൺ മരിച്ച ദിവസം ഒരു മിനിറ്റ് എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് അമേരിക്ക എന്നെ റെസ്പെക്ട് ചെയ്തു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ലോകത്തിൽ സൂര്യനെ സൃഷ്ടിച്ച് ആകാശത്തെ മുഴുവനെ സൃഷ്ടിച്ച് നിന്നെ സൃഷ്ടിച്ച് നീ ജനിക്കുന്നതിന് മുമ്പേ, നീ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ ഉത്തരം എഴുതി, പദ്ധതി എഴുതി, പ്ലാൻ എഴുതി കാത്തിരുന്ന ദൈവം മരിച്ചിട്ട് ഒരു സെക്കൻഡെങ്കിലും എന്റെ കണ്ണടച്ച് എന്റെ ദൈവം എനിക്കായി മരിച്ചു എന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ വാട്ട് ഈസ് അവർ ലൈഫ്? കണക്ക് കൊടുക്കേണ്ടി വരും. വീണ്ടും കുമ്പസാരം വരും. നാളെ വീണ്ടും മുട്ടുകുത്തും. അമ്മയെ അടിച്ചു, ചോദിച്ച പൈസ കൊടുത്തില്ല, ഓഫീസിൽ ചെന്നപ്പോൾ അങ്ങനെ ചെയ്തു, പേന അടിച്ചോണ്ട് പോന്നു. ദാറ്റ് ഈസ് എ സിൻ ഇൻ അവർ ലൈഫ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ക്രിസ്തുവിനെ അറിയുക. കുഞ്ഞുണ്ടായാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. ഇവിടെ ഇന്ന് വചനം കേട്ടാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഹി ഈസ് ലിവിങ് ആൻഡ് ആക്റ്റീവ്. ഒരേ ഒരു വാക്കുകൾ കൊണ്ട് ലോകം അവൻ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. 7 ദിവസം കൊണ്ട് വേൾഡ് അവൻ കോൺക്വർ ചെയ്തു. വേൾഡ് കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്ത്. ഹല്ലേലൂയ. വേൾഡ് എടുത്താൽ എത്ര കോണ്ടിനെന്റ് ഉണ്ട്? 7 കോണ്ടിനെന്റ്സ് ഇൻ ദ വേൾഡ്. ഹല്ലേലൂയ. കളറുകൾ എടുത്താൽ 7ആണ്. മ്യൂസിക് എടുത്താൽ കോഡ് 7ആണ്. വേൾഡിലെ നമ്പർ 1 റിവേഴ്സ് എടുത്താൽ 7 മെയിൻ റിവേഴ്സ് ആണുള്ളത്. വേൾഡിൽ പോട്ടെ, അത്ഭുതങ്ങൾ എടുത്താൽ 7 വണ്ടേഴ്സ് ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. എവറിത്തിങ് ബേസ്ഡ് ഓൺ ഹിം. ട്രിനിറ്റിയാണ് നമ്മൾ കണ്ടത്. ത്രിത്വം, ദൈവം. നിങ്ങളൊരു മനുഷ്യനെ വിശ്വസിക്കരുത്. യേശുവിൽ മാത്രം വിശ്വസിക്കാനുള്ളൊരു അടിസ്ഥാനം നമ്മുടെ ലൈഫിൽ എടുക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, വഴി എവിടെയോ നമ്മൾ അകന്നു പോകുന്നു. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞു.
ഒരു ഹല്ലേലൂയ പറഞ്ഞു. വേറെ എന്ത് കാര്യം പറഞ്ഞാലാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുക? ഏത് ഫിലിമാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുക? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണെന്ന്? വേണമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നത് കുറച്ച് കറുത്ത കളറും ഇതൊക്കെയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെ. ദൈവത്തിന്റെ പ്രിയപ്പെടാനുമേ, ഈ രാജ്യത്ത് ഏകദേശം 59 കുട്ടികളെ ധ്യാനിപ്പിച്ചിട്ട് വന്നവരാണ് ഞങ്ങളിവിടെ. ഹല്ലേലൂയ. ഇതിന് തൊട്ടു മുമ്പ് ഈ 59 പേരെ എടുക്കാൻ 50ന്റെ ഒരു 5 ബാച്ചിനെ ധ്യാനിപ്പിച്ചിട്ടാണ് 59 ഞങ്ങൾ എത്തി നിന്ന്. അങ്ങനെ ഒരു 200-300 പേരെ എടുത്തിട്ടാണ് 59 എത്തി നിന്ന്. ഹല്ലേലൂയ. രാത്രികളിൽ കെട്ടിപ്പിടിച്ച് കുഞ്ഞുങ്ങൾ കരയുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെടുന്നതിനമേ, സുരക്ഷിതത്വമില്ലാതെ അപ്പനും അമ്മയും എന്ന് പറയുന്നത് ഒരു വീട് വെച്ച് കൊടുക്കുന്നതോ വിദ്യാഭ്യാസം കൊടുക്കുന്നതോ ഇതൊന്നുമല്ല നമ്മുടെ വലിയ കാര്യങ്ങൾ. ഞാൻ കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല എങ്കിൽ, സത്യത്തെ ഞാൻ തിരിച്ചറിയുന്നില്ല എങ്കിൽ, കൊടുക്കണമെങ്കിൽ ഞാൻ എന്തറിയണം? കൊടുക്കേണ്ടവരെ ഞാൻ അറിയണം. ആ കൊടുക്കേണ്ടവരെ ഞാൻ അറിയുന്നില്ല, കാര്യങ്ങൾ അറിയുന്നില്ല. ദൈവത്തിന്റെ പ്രിയപ്പെടുന്നതിനമേ, ക്രിസ്തു സത്യം നമ്മൾ അറിയുക. ലോകത്തിൽ ചില കൺസെപ്റ്റുകളുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ കുറെ നല്ല കാര്യങ്ങൾ പറയുക. മതം ഏതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി. ചില കാര്യങ്ങളൊക്കെ പറയുകയാണ്. സംസ്കൃത ശ്ലോകം പറയുന്നു, അസത്വമ സത്കമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യുമ അമൃതംഗമയ എന്ന് പറഞ്ഞ് ചില നല്ല വാക്കുകളൊക്കെ പറഞ്ഞു വരും. ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. യോഹന്നാൻ 14:6 എഴുതി വെച്ചു, ഞാനാണ് വഴിയും ഞാനാണ് സത്യവും ഞാനാണ് ജീവനെന്നും. ഇതിന്റെ സംസ്കൃത ശ്ലോകം ഒരു വേരിയേഷൻ, തമസോമ ജ്യോതിർഗമയ, ഞാനാണ് പ്രകാശം, അസത്വമ സത്കമയ, ഞാനാണ് സത്യം. ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ഇതെല്ലാം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എപ്പോഴൊക്കെ എവിടെയൊക്കെ കോപ്പി അടിച്ച് നല്ല ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പ്രിയപ്പെടുന്നതിനമേ, ആരാണ് യേശു, എന്താണ് യേശു, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നില്ല എങ്കിൽ ഈ രാത്രി നമുക്ക് ചിലപ്പോൾ നിഷ്ഫലമായി മാറും. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് നടക്കുന്ന ദിവസമാണെന്ന്. ഹല്ലേലൂയ. സത്യം നമുക്കറിയാം, യേശുവാണ് അടിസ്ഥാനം. നമുക്ക് പലപ്പോൾ കമ്പാരിസൺസ് ആണ് വരുന്നത്. ക്രിസ്തുവിനെ അറിയാൻ കമ്പയർ ചെയ്യും. ആ ദൈവം എങ്ങനെയാണ്, ഈ ദൈവം എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കമ്പാരിസൺസ് നമ്മുടെ ലൈഫിലേക്ക് വന്നു തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പ്രിയപ്പെടുന്നതിനമേ, ക്രിസ്തുവിനെ അറിയുമ്പോൾ തൊട്ട്, ക്രിസ്തുവിനെ അറിയാൻ കടന്നു വരുമ്പോൾ തൊട്ട് നമ്മുടെ ലൈഫിൽ ചോയ്സ് വരും. ബൈബിളിൽ ആദ്യം കാണുന്ന പാപം എന്ന് പറയുന്നത് ആദത്തിന്റെ അവയുടെ അരികില് 2 മരങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരത്തിൽ നിന്ന് കഴിക്കാം. പക്ഷേ പോയിന്റ് നമ്പർ 1, നിങ്ങൾ കഴിക്കാതിരിക്കേണ്ടത് നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷം കഴിക്കരുത്. അടുത്തൊരു മരവും കൂടെ തൊട്ടടുത്തുണ്ട്. ഏതാണ് മരം? ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഒരു കാര്യവും വേണ്ടിയിട്ടില്ല. പക്ഷെ ദൈവം പറഞ്ഞു, എവിടുന്ന് കഴിക്കരുത്? നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് വേൾഡ് എടുത്ത് നോക്ക്, നമ്മൾ കഴിക്കുന്നില്ലെന്ന് നമ്മൾ പറയുന്നത്, പക്ഷേ നമ്മൾ അതേ ലോകത്ത് തന്നെയാണ് പോകുന്നത്. എന്റെ ജീവിതത്തില് എന്താ പറയുക, മുമ്പേ ഒരു പോലീസുകാരുടെ കാര്യം പറയുന്നത് പോലാണ്. എല്ലാവർക്കും ബസ് ടിക്കറ്റ് എടുക്കണം. ഞാൻ പോലീസാ, എനിക്ക് എന്തിനാ ടിക്കറ്റ്? ഞാൻ തന്നെ എന്റെ നന്മ തീരുമാനിച്ചു തുടങ്ങി. എല്ലാരും കൈക്കൂലി കൊടുക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എല്ലാരും മേടിക്കുന്നു. ഇത് മേടിക്കാതെ ഏത് ലോകമാ ഉള്ളത്? ഞാനും അതങ്ങ് മേടിക്കാം. ഒരു 5 വർഷം അതിന്റെ ഇച്ചിരി തിരുത്തിയേക്കാം. എല്ലാരും മാർക്ക് ലിസ്റ്റ് തിരുത്തുന്നു, എല്ലാരും സർട്ടിഫിക്കറ്റ് തിരുത്തുന്നു, ഞാനും അങ്ങ് തിരുത്തിയേക്കാം. ഇത് കോമണാ. ഞാൻ തന്നെ എന്റെ വഴിയും എന്റെ സത്യവും എന്റെ ജീവനും ഞാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ തന്നെ എന്റെ നന്മതിന്മകളെ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ചെയ്യുന്നത് റൈറ്റ് എന്ന്. പ്രാർത്ഥന ഒരു സൈഡില്, മറു സൈഡിൽ ദൈവം എവിടെയെന്ന് അറിയുന്നില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ലോകത്തിൽ ഈ ഒരു പാപമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ആദം ചെയ്ത പാപമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. പലപ്പോഴും നമ്മൾ പറയും, ഞാൻ ദൈവത്തിന്റെ തേജസ്സിലാണ് ജനിച്ചത്, ആയുസ്സിലാണ് ജനിച്ചത്, ദൈവത്തിന്റെ ഷേപ്പ് എനിക്കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓർക്കുക, നമ്മൾ ആദത്തിന്റെ സന്തതിയായിട്ടാണ് ഇവിടെ കടന്നു വന്നത്. ആദം പാപിയായിരുന്നത് കൊണ്ട് ആ നേച്ചർ നമ്മളെ ബാധിച്ചു തുടങ്ങി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ആരാണ് ദൈവം? ഹല്ലേലൂയ. ഹൂ ആർ യു ഗോഡ്? ചിലര് പറയും, എന്താ പറയുന്നത്, നിങ്ങൾ പാവങ്ങളെ സഹായിക്കണം. പലരും പല രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് ദൈവം എന്നുള്ളത്. പക്ഷേ ഒന്നെടുത്തു നോക്കിയ ദൈവം, നമ്മുടെ ദൈവം എങ്ങനെയാ പറഞ്ഞത്? ഇവിടെ അടിച്ചാൽ ഇടതുകരണം, അടിച്ചാൽ വലതുകരണം കാണിച്ചു കൊടുക്കണം. അമേസിങ്. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 അല്ല 770 എന്ന് പറഞ്ഞ് ക്ഷമയുടെ വേറൊരു കാലഘട്ടം പണിതു വെച്ചു. നിന്റെ കുപ്പായം എടുക്കുന്നതിന് പുറംകുപ്പായം ഇട്ട് എറിഞ്ഞു കൊടുക്കണം. 1 പേര് സഞ്ചരിക്കാൻ ആവശ്യപ്പെടുന്നതോടുകൂടെ 2 ആലോചിച്ചു. അവന് വേണ്ടിടത്തോളം തന്നെ പോകാനുള്ളൊരു കരുത്തെടുക്കണം. ഹല്ലേലൂയ. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഇതെന്ത് തരം ഒരു സുവിശേഷമാണ്? ഹല്ലേലൂയ.
ഇതെന്ത് തരം സുവിശേഷം? ആർക്കും മനസ്സിലാക്കുന്നതിന് അപ്പുറമായ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ട്രൂത്ത്. ട്രൂത്ത്. എന്താണ് സത്യം? എന്താണ് യേശു? രണ്ടും ഒന്ന് തന്നെയാണ്. നിങ്ങൾ ഒരു നാണയം എടുത്താൽ ഒരു സൈഡിലെ പ്രിന്റ് ഉള്ളൂ, നിങ്ങളത് ഉപയോഗിക്കുമോ? ഇവിടെ ഗവൺമെന്റ് ഒരു സൈഡ് പ്രിന്റ് ചെയ്തത് നിങ്ങൾ കടയിൽ കൊണ്ട് കൊടുത്താൽ ഗവൺമെന്റ് എടുക്കുവോ അല്ലെങ്കിൽ കടക്കാരെടുക്കുവോ? എന്തു പറയും? രണ്ട് സൈഡ് പ്രിന്റ് ഇല്ലാന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ടു സൈഡ് പ്രിന്റ് ഇല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ലൈഫിൽ അനുഗ്രഹമാകില്ല. ഞാനും ദൈവവും കൂടിച്ചേരാതെ രണ്ട് സൈഡ് പ്രിന്റ് ഇല്ലാതെ ഈ നോട്ട് വാല്യുബിൾ ആകത്തില്ല. ആരാണ് ദൈവമെന്നും എന്താണ് ദൈവമെന്നും എന്താണ് സത്യമെന്നും തിരിച്ചറിയുക. ഇതിനെ ബേസ് ചെയ്ത പാപമല്ല. ക്രിസ്തുവിനെ അറിയാതെ പോകുന്നതാണ് പാപമെന്നും ക്രിസ്തുവിനെ അറിയാത്തവനാണ് മദ്യപിക്കുന്നതെന്നും പുകവലിക്കുന്നതെന്നും കൊലപാതകം ചെയ്യുന്നതെന്നും തിരിച്ചറിയുക. ക്രിസ്തുവിനെ അറിഞ്ഞ ഒരുവൻ പോലും ഇതിലേക്ക് കടന്നു വരില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ. യേശുവിനെ അറിയുക, സത്യം അറിയുക. യോഹന്നാൻ 17:3 ബൈബിൾ വ്യക്തമാക്കുന്നതാണ്. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ. 17:3 ഒന്ന് വായിച്ചു നോക്കി. എന്താണ് നിത്യജീവൻ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ സ്വർഗം. എല്ലാരും എന്താ പറയുന്നത്? ഹിന്ദുയിസത്തിൽ മോക്ഷം എന്ന് പറയുന്നു, വേറൊരാൾ ഇതിനെ സ്വർഗം എന്ന് പറയുന്നു. എന്താ പറയുന്നത്? ചിലർ ഇതിനെ എന്നാ പറയുന്നത്? ഓരോ രീതിയിലാണ്. മുസ്ലിം വിഭാഗങ്ങള്, ഹിന്ദു വിഭാഗങ്ങള് ഇതിനെ മോശമെന്നും ജീവനെന്നും എന്താ പറയുന്നത് പരലോകമെന്നും എന്നൊക്കെ പല പേരിലാണ് അറിയുക. ബൈബിളില് സ്വർഗമെന്ന് പറയുന്നത് നമ്മുടെ ഒരു വിചാരം അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേദനയില്ലാത്ത, കണ്ണീരില്ലാത്ത, ഒരു പ്രശ്നമില്ലാത്ത ഒരു ലോകമായ ഒരു ലോകത്തെയാണ് ഈ ലോകം നമുക്ക് വ്യാഖ്യാനിച്ചു തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, സ്വർഗമെന്ന് പറയുന്ന ഒരു സ്ഥലമല്ല. സ്വർഗം ഒരു സ്ഥലമേ അല്ല. ബൈബിൾ പറയുന്നത് കേൾക്കുക. ഏക സത്യതയുമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് സ്വർഗം, നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയുകയാണ് എന്ന് വെച്ചാൽ സ്ഥലമല്ല, ഇതൊരു വ്യക്തിയാണ് സ്വർഗം. ഹല്ലേലൂയ. യേശുവാണ് സ്വർഗം. യേശുവിനെ അറിയാത്തതൊന്നും അനുഗ്രഹമാകില്ല. നിങ്ങളുടെ വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് വെള്ളം ദൈവത്തെ അറിയുന്നില്ല എങ്കിൽ ആ വെള്ളം പോലും ശപിക്കപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ എത്ര അധികമാണ് നമ്മുടെ ലൈഫ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, അനുഗ്രഹത്തിന്റെ സുവിശേഷത്തിന്റെ കാലഘട്ടമാണ് നമ്മുടേത്. നമ്മൾ ഈ സമയത്തെ കളയരുത്. ജോലിയൊന്നും ഒരു വിഷയമേ അല്ല. ക്യാൻസറോ ഒരു സെക്കൻഡ് മതി, യേശു എന്ന് വിളിച്ചാൽ മതി, അത് പറഞ്ഞു പോകും. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് മുന്നിൽ നിൽക്കുവാൻ ഈ ലോകത്തിൽ ഒരു സ്നേഹവുമില്ല. നിങ്ങളെ ആരാ സ്നേഹിക്കുക? നിങ്ങളെ ആരാ തിരിച്ചറിയുക? നിങ്ങളെ ആരാ ആശ്വസിപ്പിക്കാൻ പറ്റുക? നിത്യമായി ആശ്വസിപ്പിക്കാനും കരുതുവാനും ലോകത്തിൽ ഒരുവനേ ഉള്ളൂ, അത് നസ്രായനായ യേശു ക്രിസ്തുവാണെന്ന് തിരിച്ചറിയണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചോദ്യം നമ്പർ 1, യേശുവിനെ അറിയുന്നുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണെന്ന് വിചാരിക്കുക. ഭാര്യയും ഭർത്താവ് ഇങ്ങോട്ട് പറയുന്നു, എന്താ പറയുന്നത്? നമുക്ക് ഇങ്ങോട്ട് കോംപ്രമൈസിലെത്താം. ഞാൻ നിന്നെ തെറിയും പറയില്ല, നീ എന്നെ തലയ്ക്ക് അടിക്കില്ല. പീസ് ട്രീറ്റിംഗ്. ഇന്ത്യയും പാകിസ്ഥാനും എടുക്കുകയാണ്. നമ്മൾ തമ്മിൽ സമാധാന ഉടമ്പടി വെച്ചിരിക്കുന്നു. ഇനിയും തൊട്ടൊരു പരിപാടിയില്ല. ഹല്ലേലൂയ. കാശ്മീരിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഭാര്യയും ഭർത്താവും ഒരു ദിവസം കൊണ്ട് സമാധാന ഉടമ്പടി സ്ഥാപിച്ചത് കൊണ്ട് സമാധാനം ഉണ്ടാകുമെന്ന്? മണ്ടത്തരവ്. മാക്സിമം പോലെ 1 day, സെക്കൻഡ് ഡേ തൊട്ട് വീണ്ടും കലാപരിപാടി തുടങ്ങും. കാരണം മിസ്സിങ്, എന്തോ ഒന്ന് മിസ്സാണ്. ക്രിസ്തു നോട്ടിനൊരു തൊഴിലും ഉണ്ട്. ഫോർ എവറി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. വിശ്വാസിയായിരുന്നു, അതുകൊണ്ട് അങ്ങനെ എഴുതിയത്. ഫൈൻഡ് ഔട്ട് ചെയ്തേ. കാരണം എന്നാ, എല്ലാ പ്രവർത്തനത്തിന് തുല്യവും വിപരീതമായ ഒരു പ്രതിപ്രവർത്തനം നമ്മുടെ ലൈഫിലുണ്ട്. വൈ വി ആർ ഫേസിങ് ദിസ് ഇഷ്യൂ? എന്തുകൊണ്ടാണ് ഞാൻ തകർന്നിരിക്കുന്നത്? എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഈ പ്രശ്നം? എവിടെയോ എൻ്റെ അടുത്ത് ഞാൻ ഇരുട്ടിലായിരിക്കാൻ കാരണം ഞാൻ ലൈറ്റ് തിരിക്കാത്തത് കൊണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ ട്രൂത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ ഞാൻ ഇങ്ങനെ ധ്യാനങ്ങൾ കൂടിയും പ്രാർത്ഥിച്ച് നടക്കുകയാണ്. ഹല്ലേലൂയ. ബൈബിൾ അറിയത്തില്ല, പക്ഷെ ആ പ്രാർത്ഥന എനിക്ക് കാണാതറിയാം. ഏത് പ്രാർത്ഥന? ബൈബിൾ ഏതെങ്കിലും പ്രാർത്ഥന തന്നിട്ടുണ്ടോ? ഒറ്റ പ്രാർത്ഥന തന്നിട്ടുണ്ടോ? സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയല്ലാതെ ഒന്നും നമ്മുടെ ലൈഫിലേക്ക് നൽകിയിട്ടില്ല. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ.